കാത്തു വെച്ച ഒരു കാവ്യനീതിയാണിത്. നമുക്കറിയാം, കഴിഞ്ഞ മുനിസിപ്പൽ ഇലക്ഷൻ ജയിക്കുന്നതിന് വേണ്ടി MLA-യും ജോസഫ് ഗ്രൂപ്പും അതുപോലെ തന്നെ MP കൂടി ചേർന്ന ഒരു അവിശുദ്ധ കുടുംബ മുന്നണിയുമായി ചേർന്ന ഒരു അവിശുദ്ധ കൂട്ടുകെട്ടായിരുന്നു ഇത്. ഈ അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഇവിടെ തകർന്നിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ നേരത്തെ തന്നെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിലും ഈ കുടുംബ കൂട്ടായ്മയുമായി ചേർന്ന് ഒരു ഭരണത്തിനുമില്ല എന്ന് തീരുമാനിച്ചത് ഈ കാവ്യ നടക്കാൻ വേണ്ടിയാണ്. കഴിഞ്ഞ കാലത്ത് കുടുംബ കൂട്ടായ്മയിലെ പ്രധാനപ്പെട്ട ആൾക്കാർ പറഞ്ഞിരുന്നത് കേരള കോൺഗ്രസ് നേതാക്കന്മാരാണ് അവർക്ക് കിട്ടാത്ത ചില കാര്യങ്ങൾ കിട്ടാത്തൊരു കാരണക്കാരൻ. പക്ഷെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കണം, ദൈവം താലത്തിൽ വെച്ചു കൊടുത്ത ചെയർമാൻ സ്ഥാനവും വൈസ് ചെയർമാൻ സ്ഥാനവും സ്വന്തം കൂട്ടത്തിലുള്ളവരെ പിടിച്ചു നിർത്താൻ സാധിക്കാത്തത് ആരുടെ കുഴപ്പമാണ്? പാർട്ടി നേതാവിന്റെ കുഴപ്പമാണോ? അപ്പോൾ ഇത് തീർച്ചയായിട്ടും നമുക്ക് പാലായ്ക്ക് ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു, പാലായ്ക്ക് SS ഉണ്ടായിരുന്നു. മാണിസാറ് വിഭാവനം ചെയ്ത പാല, നല്ല സുന്ദരമായൊരു പാല, അതിന്റെ ഒരു കാലഘട്ടത്തിന്റെ ഒരു കോട്ടമാണ് കഴിഞ്ഞ 6 മാസക്കാലം വന്നത്. ഈ ഭരണം എങ്ങനെയായിരിക്കും? നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചന നടത്തി? കേരള കോൺഗ്രസ് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, ഇത് രാഷ്ട്രീയമായിട്ടല്ല, ഇത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. ആ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് വിജയിച്ചിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിശ്വാസം നിങ്ങൾക്കറിയാം, അവിശ്വാസം ആദ്യം പ്രകടിപ്പിച്ച ഞങ്ങളല്ല, സാങ്കേതികമായിട്ട് ഞങ്ങൾക്കാണ് 3-1 ഭൂരിപക്ഷം വേണ്ടത്. അപ്പൊ 3-1 കോറം വേണം. അത് ഞങ്ങൾക്കുള്ളതുകൊണ്ട് ഞങ്ങൾ ചെയ്തു. അതിനു മുമ്പ് തന്നെ കോൺഗ്രസ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയിലെ കൗൺസിലർമാരും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രമേയം അവതരിപ്പിച്ചു. അപ്പം പാലായ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ തുടർന്നുള്ള പ്രദേശം ഞാൻ വളരെ വ്യക്തമായി സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇല്ലില്ല, വ്യക്തമായിട്ട് പറഞ്ഞു, ഒരിക്കലും മാറില്ല. വ്യക്തമായ തീരുമാനം പറഞ്ഞു, വ്യക്തമായ തീരുമാനം പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ച് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തില്, ആ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് ഈ 17 പേര് കൗൺസിലർമാരുന്നത്. അപ്പൊ ഈ 17 കൗൺസിലർമാരിൽ ആരും യോജിച്ചു പോകുന്നത് ഞങ്ങൾക്ക് എതിർപ്പില്ല. അതുകൊണ്ട് ആ രാഷ്ട്രീയം ഇതിനകത്ത് നിങ്ങൾ കൂടി കാണുന്നുണ്ട്. ഇനി എങ്ങനെയായിരിക്കും മുന്നോട്ടുള്ള കാര്യങ്ങൾ സംബന്ധിച്ച്? അല്ല, അതിനി നടപടി നടക്കാനുണ്ടല്ലോ. അതുപോലെ തന്നെ അല്ല, വേറെ പ്രത്യേകിച്ച് യാതൊന്നും പറയാനില്ല. പറയാനുള്ളത് നമ്മളുടെ ഒരു പ്രതിനിധിക്ക് സംസാരിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ അതിനെക്കുറിച്ചല്ല അദ്ദേഹം സംസാരിക്കുന്നതായിരിക്കും. കേരള കോൺഗ്രസ് എമ്മുമായിട്ട് ചേർന്ന് ഭരണം നടത്തുമോ? അങ്ങനെ ഒരു തീരുമാനങ്ങളൊന്നും ഞങ്ങൾ നിലവിൽ എടുത്തിട്ടില്ല. കൂടുതൽ വിശദമായിട്ട് പാർട്ടിയുടെ തീരുമാനം അനുസരിച്ച് തന്നെ. അല്ല, ഏതെങ്കിലും കേരള കോൺഗ്രസ് നിങ്ങൾ ഈ പാർട്ടി പ്രധാനപ്പെട്ട നേതാക്കൾ, അതായത് ഇവിടെ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നില്ല എന്ന് പറയുമ്പോൾ അന്ന് ആ 2 മാസം കൊടുത്ത പൈസ കൊടുത്തത് ആർക്കൊക്കെയാണെന്ന് വെളിപ്പെടുത്താനുള്ള കാര്യങ്ങൾ സ്വതന്ത്ര കൂട്ടായ്മ പറയണം. ആ സമയത്ത് 10 ലക്ഷം രൂപ കൊടുക്കാനുള്ള ആൾക്കാർക്ക്, അവരുടെ വേണ്ടപ്പെട്ട ആൾക്കാർക്ക് പൈസ കൊടുക്കാനുള്ള പൈസ ഈ സ്വതന്ത്ര മുന്നണി കൊടുത്തു. അത് ആരോടും ചോദിക്കാതെ. പിന്നെ ഏകപക്ഷീയമായ അനുകൂല പ്രമേയങ്ങളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. പിന്നെ കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി ഒരു പ്രമേയം പാസ്സാക്കുമ്പോൾ ആ പ്രമേയത്തിന് അനുകൂലിച്ച് തീരുമാനം എടുക്കേണ്ടവരല്ലേ? UDFന്റെ നിയോജകമണ്ഡല ചെയർമാൻ പറയുന്നു ഈ ഇവിടെ DYFക്ക് ആ സ്ഥലം വിട്ടുകൊടുക്കുന്നത്. അപ്പം UDFന്റെ നിയോജക ചെയർമാനെ ഇവർ അവിശ്വസിക്കുകയല്ലേ ചെയ്ത്. അതുപോലെ തന്നെ UDF ഇവരെന്നു മുതലാണ് UDFിലായത്. ഇവര് കഴിഞ്ഞ പ്രാവശ്യം ശ്രീ ഫ്രാൻസിസ് ജോർജ് ഒരു ബൈറ്റ് കൊടുത്തല്ലോ. അദ്ദേഹത്തിനോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ചോരയും നീരും വെയിലും കൊണ്ടാണ് ഞങ്ങൾ അദ്ദേഹത്തിന് ജയിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ ജോസഫ് ഗ്രൂപ്പ് മത്സരിച്ച വാർഡിൽ കോൺഗ്രസ് അവിടെ ആരും ഇല്ലാതിരുന്നിട്ട് സമയത്ത് കോൺഗ്രസ്സുകാർ വീട് കയറിയാണ് അന്ന് അവിടെ ഒരു മൊണാസ്ട്രി വാർഡിൽ ഞാൻ സഹിതം വീട് കയറിയാണ് 2 ബൂത്തിൽ ചുമതല ഏറ്റെടുത്തുകൊണ്ട് വീട് കയറിയാണ് ജയിപ്പിച്ചത്. അന്ന് ജയിപ്പിച്ചപ്പോ ഫ്രാൻസിസ് ജോർജ് MP അദ്ദേഹം എന്തുകൊണ്ട് പറഞ്ഞു അവിശ്വാസം? അദ്ദേഹം പറയേണ്ടത് അന്ന് BJPയുടെ സുരേഷ് ഗോപി എന്ന് പറയുന്ന തൃശ്ശൂരുള്ള MP-ക്ക് വേണ്ടി വിടുതല ചെയ്യുന്ന പണിയായിരുന്നു അന്ന് ബിജു പുളിക്കണ്ടം ചെയ്തിരുന്നത്. അന്ന് LDFന്റെ ഭാഗത്തായിരുന്നു ഈ ബിജു പുളിക്കണ്ടം ഇരുന്നത്. അന്ന് UDFന്റെ ഭാഗത്തല്ല. ഇന്ന് ഈ പ്രാവശ്യം ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായ ശ്രീ മാണി സി കാപ്പൻ MLA മത്സരിച്ചപ്പോൾ 3-ാം സ്ഥാനത്താണ് അദ്ദേഹത്തിന്റെ വാർഡുകളിൽ പോയി. അതിനൊക്കെ മറുപടി വേണ്ടേ? എന്തുകൊണ്ട് എങ്ങനെ UDFുകാരായി ഇവർ സ്വതന്ത്ര മുന്നണിയാണ്? UDFുകാരെ അല്ല വഞ്ചിച്ചത്, UDFുകാരായി ഞങ്ങളെയാണ് ഇവർ വഞ്ചിച്ചത്. ഇവരെ DYFക്ക് സ്ഥലം വിട്ടുകൊടുക്കുന്നതിനനുസരിച്ച് ഇവർ UDF പ്രവർത്തകരുടെ മനോബലത്തെയാണ് ഇവർ ചോദ്യം ചെയ്തത്.
നടപടി ഞങ്ങൾ വിപ്പ് ദയവായി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഞങ്ങൾ വിപ്പുകൾ കയറ്റിട്ടില്ല. പിന്നെ ഞങ്ങൾ ഒപ്പിട്ടിട്ടില്ല. സെക്രട്ടറിക്ക് കൊടുത്ത കൃത്യത്തിനകത്ത് ഞങ്ങൾ ഒപ്പിട്ട് കൊടുത്ത ഒരു കത്തും കൊടുത്തിട്ടില്ല. പിന്നെ ഞങ്ങളുടെ വികാരം ഇത് കോൺഗ്രസിന്റെ വികാരമാണ്, പാലാ നഗരസഭയുടെ വികാരമാണ്. പാലായിലെ ഓരോ UDF പ്രവർത്തകർ ചോരയും നീരുമാക്കി സ്വതന്ത്ര മുന്നണിക്ക് പിന്തുണ കൊടുത്തപ്പോൾ അവിടെ പോലും സ്ഥാനാർത്ഥി നിർത്താതെ ഞങ്ങൾ നിർത്തിയപ്പോൾ അവർ ആദ്യം എന്താ കാണിച്ചത്? LDF അവിശ്വത്ത് കൂട്ടുകെട്ടുണ്ടാക്കാനാണ് ശ്രമിച്ചത്. അവർ എല്ലാ രീതിയിലും അവിശ്വത്ത് കൂട്ടിട്ട് ഇങ്ങനെയുള്ള ഒരു പ്രവർത്തകരാണ് UDF പ്രവർത്തകർ. UDFന്റെ ചെയർമാൻ ഒരു കാര്യം പറയുന്നത് ഒരു കാര്യം ഒരാൾ പറയുവാണെങ്കിൽ മറുപടി പറയാം. കേരള കോൺഗ്രസ് എമ്മുമായിട്ട് ഇതൊന്നും അത് ചിന്തയില്ലല്ലോ. ഇപ്പൊ അവിശ്വാസമാണ് പാസ്സാക്കിയത്. അവിശ്വാസം പാസ്സാക്കിയത് UDF പാലാ നിയന്ത്രണത്തിലെ കോൺഗ്രസിന്റെ പ്രവർത്തകരാണ് അവിശ്വാസം. മണ്ഡലം കമ്മിറ്റിയാണ് പ്രമേയം പാസ്സാക്കിയത്. അപ്പം കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റിയിലെ പൊതുവികാരം ഐക്യകണ്ഠമായിട്ടുള്ള ഒരു തീരുമാനമാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിച്ച പൊതുവികാരം. പിന്നെ ഭരണമുണ്ടോ ഐക്യജനാധിപത്യ മുന്നണിക്ക് നട്ടവും കോട്ടവും ഇല്ലാത്ത ഒരു ഭരണം ഇവിടെ ഉണ്ടായിരിക്കും. ആ ഭരണത്തിൽ കോൺഗ്രസ് ആയിരിക്കും ഭരിക്കുന്നത്. നിങ്ങളിത് കണ്ടു. ഈ നാട്ടില് വികസനങ്ങൾക്കും അതൊക്കെ അവരാണ് പറയേണ്ടത്. ആ മറുപടി ഞങ്ങൾക്ക് അറിയത്തില്ല. അതൊക്കെ അവരോട് ചോദിക്കണം. പക്ഷെ ഒരു കാര്യം, ഒരു കോൺഗ്രസ് പ്രവർത്തകർ 6 പേര് മാത്രം. സ്വതന്ത്ര മുന്നണിയില്ലേ? സ്വതന്ത്ര മുന്നണി ഒരാളില്ലേ? 7 പേരില്ലേ? പിന്നെ UDF എന്ന് പറഞ്ഞാൽ ഇനി ജോസഫ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, ADF ഉണ്ടല്ലോ. അവര് തീരുമാനം പറയട്ടെ. തീരുമാനം പറയുമ്പോൾ ഞങ്ങളുടെ തീരുമാനങ്ങൾ ഞങ്ങൾ മറുപടി പറയും. ഇനിയും ഇപ്പോഴും UDF മുന്നണി എന്ന് പറഞ്ഞാൽ 10 പേരാണ്. നിലവിൽ 10 പേരാണ്. സ്വതന്ത്ര മുന്നണി എങ്ങനെ UDFന്റെ സ്വതന്ത്ര മുന്നണിയാകുന്നത്? DCC തള്ളി പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞല്ലോ, DCC നേതൃത്വം അവരോട് ഏറെ ബഹുമാനമുണ്ട്. ഞങ്ങളുടെ പാർട്ടി നേതൃത്വത്തിനോട് ബഹുമാനമുണ്ട്. അവര് പല കാര്യങ്ങളും ഞങ്ങൾ തെറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനുള്ള കഴിവും കമ്മേനും ഞങ്ങളുടെ പാർട്ടിക്കുണ്ട്. എന്റെ വീട് ഞാൻ പറയാലോ, ഞാൻ വാഗോണിലായിരുന്നു. വാഗോണിൽ തിരിച്ചു വന്നപ്പം നേരെ കൗൺസിലിലേക്കാണ്, ഇവരെയും കൂട്ടിക്കൊണ്ട് കൗൺസിലിലേക്കാണ് വന്നത്. അതുകൊണ്ട് ഞാൻ എങ്ങനെ ഈ വിപ്പ് കാണുന്നത്? വിപ്പ് കാണാത്ത ഒരു വ്യക്തിക്ക് എങ്ങനെ വിപ്പ് ബാധകമാകും? വിപ്പ് കാണാത്ത ഒരു വ്യക്തിക്ക് എങ്ങനെ വിപ്പ്? എന്റെ ഒരു ഒപ്പിട്ടത് ഒരു ഒപ്പിട്ട ഒരു സാധനം ഇവിടെ സെക്രട്ടറിക്ക് കൊടുക്കുവാണെങ്കിൽ ഞാൻ ഇപ്പൊ രാജിവെക്കാം. ഇതിന്റെ പൊതുപ്രവർത്തനം നിർത്താൻ വേറെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെ ഞാൻ എന്റെ ഒപ്പിട്ട് ഒരു പേപ്പർ സെക്രട്ടറിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ പൊതുപ്രവർത്തനം ഈ 6 പേരും രാജിവെക്കും. ഞാൻ പറഞ്ഞല്ലോ, പാർട്ടി വേദികളിൽ ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾ അവതരിപ്പിച്ചാണ്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, ഒരു തൊഴിലുറപ്പ് അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി, അങ്ങനെയുള്ള പദ്ധതികൾ പോലും ഞങ്ങളുടെ വാർഡുകളിൽ ചെയ്യരുതെന്ന് പറയുന്ന ഒരു ചെയർപേഴ്സണോട് നമ്മൾ എന്ത് പറയണം? നിങ്ങളുടെ കൂട്ടത്തിലെ ഒരു കൗൺസിലർക്കെതിരെ മോഷണ പരാതി ഉൾപ്പെടെ ഉന്നയിച്ചത് മാനസികമായ വലിയ പ്രതിസന്ധി ഉണ്ടാക്കി. പിന്നെ തീർച്ചയായിട്ടും ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇത്രയും മീഡിയക്കാരുണ്ടെങ്കിൽ ഈ മീഡിയക്കാരനെ ഒരാളെ കള്ളക്കേസ് കുടിക്കാൻ നിങ്ങളെല്ലാവരും എന്നോട് ചോദിക്കില്ലേ? നിങ്ങളിപ്പോൾ ഇതിനകത്ത് ഒരാൾ കയറി വന്നു, എൻ്റെ ഒരു വാച്ച് നഷ്ടപ്പെട്ടെന്ന് ഞാൻ ചുമ്മാ പരാതി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അവരുടെ കൂടെ നിൽക്കുമോ വേറെ ആരുടെ കൂടെ നിൽക്കും? അപ്പം ഞാൻ എൻ്റെ സഹപ്രവർത്തകനായ ബിജു മാത്യൂസിന്റെ വീട്ടിൽ ഞാൻ ഈ കള്ളപ്പരാതി കൊടുത്തതിന്റെ തലേദിവസം ചെന്നപ്പം ആ കുട്ടി, നിങ്ങൾ ഓർത്ത് നോക്കണം, ഒരു സാധാരണ ഒരു കുട്ടി, ആ കുട്ടി സ്കൂളിൽ പോകേണ്ടത്, ആ സ്കൂളിൽ പോകാതെ ആ കൊച്ചു കരഞ്ഞ് നിൽക്കുകയാണ്. അപ്പം ഞാൻ ചെല്ലുമ്പോൾ ഒരു സഹപ്രവർത്തനം ചോദിച്ചു, എന്ത് കുട്ടി എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ ആ കുട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞാണെന്നറിയോ, എൻ്റെ അച്ഛനെ കള്ളക്കേസ് കുടിക്കും, ഒരു സെലിബ്രിറ്റി ആയ ഒരു വ്യക്തി ഇങ്ങനെ അതായത് ഇത്രയും ചെറുപ്പക്കാരിയായ ചെയർപേഴ്സൺ ഇങ്ങനെ ഒരു കള്ളപ്പരാതി കൊടുത്തപ്പോൾ ഞാൻ എങ്ങനെ പോയി ആ മുഖം ബാക്കിയുള്ളവരുടെ അടുത്ത് ചെന്ന് ചോദിക്കും എന്ന് അതുപോലെ സങ്കടപ്പെട്ട ഒരു കുട്ടി പറയുമ്പോൾ നമുക്ക് ആ വിഷമം ഉണ്ടാകാതിരിക്കുമോ? എൻ്റെ കുടുംബത്തിൽ ഇതുപോലെയൊക്കെ ഉണ്ടാകില്ലേ? ഞാൻ പറഞ്ഞല്ലോ ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഭിമാനം ഉയർത്താൻ ഈ പാലാ നിയമമണ്ഡലത്തിൽ എന്നും അടിത്തട്ടിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ എന്നും ചവിട്ടി മതിക്കുമായിരുന്നു. ആ ചവിട്ടി മതിച്ചതിനുള്ള മറുപടിയാണ് ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തന്നെ ഒരു ഭരണം ഇവിടെ ഉണ്ടാകും. ആ ഭരണത്തിൽ എല്ലാവിധ ജനങ്ങൾക്കും, അതായത് പാവപ്പെട്ടവനും സാധാരണക്കാരനും പണിയെടുക്കുന്നവനും എല്ലാവർക്കും ബുദ്ധിമുട്ടില്ലാത്ത 6-2-6-1-7 അത് നിങ്ങൾ മനസ്സിലാക്കുക സഹോദര. അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ അവിശ്വാസം പാസ്സാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ അജണ്ട. ഏത് കേരള കോൺഗ്രസ് ധാരണ ഏതെല്ലാം രീതിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞങ്ങൾ ഭരിക്കാനുള്ള ഞങ്ങളുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കും. അതിനുള്ള പൂർണ്ണമായ കഴിവും ആഭിത്യവും നട്ടലും ഉണ്ടായിട്ടാണ് ഞങ്ങൾ ഈ ധാരണ ഉണ്ടാക്കിയത്. നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയത്? അതായത് ഇങ്ങനെ ഉണ്ടെന്ന് അറിയുമായിരുന്നു. ഇവർ നമ്മുടെ വന്ന് കൂടുകയത്, നമ്മുടെ ഒപ്പം കൂടുകയത്, കൂടി കഴിഞ്ഞിട്ടല്ലേ ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്. കൂടിക്കഴിഞ്ഞിട്ടാണ്. ആദ്യത്തെ 2 മാസത്തിനുള്ളിൽ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഞങ്ങളുടെ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു. അതിൽ പ്രകാരം കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി ഞങ്ങളുടെ വിഷമങ്ങൾ അറിയിച്ചുകൊണ്ടാണ് മണ്ഡലം കമ്മിറ്റി പ്രമേയം പാസ്സാക്കിയത്. അപ്പോൾ പാലായിലെ പൊതുവികാരം എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കോൺഗ്രസ്സുകാരുടെ പൊതുവികാരം എവിടെയാണ്? ഇവർക്കെതിരെയാണ്. അതുപോലെ ഈ പാലായിൽ നിങ്ങൾക്കറിയാലോ, ഈ പാലായിൽ എവിടെയാണ് ഒരു വികസനം ഉണ്ടായത്? ഒരു കല്ലിക്കൊത്ത ഒരു വികസനം എവിടെയെങ്കിലും കാണിക്കാൻ പറ്റുമോ? ഒരു കല്ലിക്കൊത്ത്, അതായത് ദിയ ബിനു പുളിക്കേണ്ടതിന്റെ പേരെഴുതിയ
ഒരു പ്രോജക്റ്റ് നിങ്ങൾക്ക് കാണിക്കാമെങ്കിൽ ഞാൻ പൊതുപ്രവർത്തനം നിർത്താം. നിങ്ങൾ മരണത്തിലുണ്ടായിരുന്നല്ലോ അന്നേരം. ഞങ്ങൾ പ്രവർത്തനമായിരുന്നു. ഞങ്ങൾ വിമർശിക്കുമ്പോൾ ഞങ്ങൾക്ക് വിമർശിക്കുമ്പം ഞങ്ങളുടെ കാര്യങ്ങൾ കേൾക്കാത്തതുകൊണ്ടാണല്ലോ ഇന്ന് അവിശ്വാസം രേഖപ്പെടുത്തിയത്. ഞങ്ങളുടെ കാര്യങ്ങളും പറയാത്തതുകൊണ്ടല്ലോ അവിശ്വാസം പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട പ്രതികരണങ്ങളുണ്ടായത് പ്രതികരണമൊന്നുമില്ല. ഞങ്ങൾക്ക് പ്രതികരിക്കാനുള്ളതെല്ലാം പാർലമെന്ററി പാർട്ടി നേതാവ് അവിടെ സംസാരിക്കുന്നുണ്ട്. അതിനപ്പുറമായിട്ട് യാതൊന്നും പ്രതികരിക്കാനില്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അതൊരു എല്ലാവരും കൂടെ ഗ്രൂപ്പായിട്ട് എടുത്തൊരു തീരുമാനമാണ്. ആ തീരുമാനത്തിന്റെ പ്രതികരണം അവിടെ വ്യക്തമാക്കിയല്ലോ. അതിനപ്പുറം യാതൊന്നുമില്ല. അനിശ്ചിതത്വം ഒന്നും ഉണ്ടാവില്ല. ഭരണം മുന്നോട്ട് പോയല്ലേ പറ്റൂ. രാഹുൽ ചെയർപേഴ്സൺ ആകുമെന്നാണ് കേൾക്കുന്നത് കേരള കോൺഗ്രസ് എമ്മിന്റെ പിന്തുണയോടെ. ശരിയാണോ? ഞാൻ അറിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു കാര്യം. ഈ വൈസ് ചെയർപേഴ്സണെതിരെ വോട്ട് ചെയ്തു എന്നുള്ളൊരു പ്രത്യേകത ഉണ്ടല്ലോ, അത് അതിനെക്കുറിച്ച് എങ്ങനെയാണ് പറയാനുള്ളത്? പ്രതികരണം മുഴുവനും കേട്ടുവല്ലോ നിങ്ങൾ. അതിനപ്പുറം എനിക്ക് യാതൊന്നും പറയാനില്ല. ഏതാണെങ്കിലും ചെയർപേഴ്സൺ ഉൾപ്പെടെ അല്ലെങ്കിൽ ഏത് രീതിയിൽ സഹായകരമായ രീതിയിലാണത് ആസൂത്രണം ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അയോഗ്യത ഉൾപ്പെടെ വരത്തില്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് വിപ്പ് കൊടുത്തേനെ. അയോഗ്യത വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കണമല്ലോ. നടപടിക്രമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് നൽകിയതാണ് DCC പ്രസിഡന്റ് പറയുന്നത്. അല്ല, ഞാനതിൻ്റെ നടപടിക്രമങ്ങൾ പൂർണ്ണമായും പാലിച്ചതായി കണ്ടിട്ടില്ല. കാരണം ഒന്ന്, ഞങ്ങൾക്ക് വിപ്പ് നൽകിയിട്ടില്ല. രാത്രി 10 മണിക്ക് ശേഷം പൊട്ടിച്ചിരുന്നു എന്ന് മാധ്യമപ്രവർത്തകരിലൂടെയാണ് ഞാൻ അറിയുന്നത്. ഇപ്പോഴത്തെ ഒരു മഴയുള്ള സാഹചര്യത്തിൽ രാത്രി 10 മണിക്ക് ശേഷം, പ്രത്യേകിച്ചും ഈ നഗരസഭയുടെ സിറ്റുവേഷനൊക്കെ നിങ്ങൾക്കറിയാം. ഇവിടെ ഒരു ഇതുപോലെ അവിശ്വാസ പ്രമേയം നിൽക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങളെല്ലാം പ്രത്യേക സാഹചര്യത്തിൽ ഇവിടെ മാറി നിൽക്കേണ്ട സാഹചര്യം വന്നു. വൈകുന്നേരം ഞങ്ങൾ മാറി നിൽക്കുകയാണ് ചെയ്തത്. ഒരു പാലാട് സംസ്കാരത്തിന് ചേരുന്ന രീതിയിൽ വഴിയിലൊരു പ്രശ്നം ഉണ്ടാകണ്ട, അത് ആ രീതി മാറി നിൽക്കുക ചെയ്തേ. ഒരു രാത്രി 10 മണിക്ക് ശേഷം ഇത് ഒട്ടിച്ചു എന്ന് പറയുന്നു. അത് ഞങ്ങൾക്ക് ആർക്കും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങേയറ്റം ഞങ്ങളുടെ പാർട്ടിയോട് ഈ അവസരത്തിൽ നന്ദി പറയുന്നു. ഭാവി കാര്യങ്ങൾ ഈ ചോദ്യം പ്രസക്തമാണ്. ഇതുവരെയുള്ള കാര്യങ്ങൾ നടന്നതൊന്നും നമ്മൾ പദ്ധതി ഇട്ടിട്ടൊന്നും അല്ല. ഇനിയുള്ള കാര്യവും നമ്മൾ ആരും പദ്ധതി ഇടണ്ട, അത് തമ്പുരാൻ തീരുമാനിച്ചോളും. ഈ വിഷയത്തിൽ സത്യത്തിനൊപ്പമാണ് ഞാൻ നിന്നത്. സത്യവും നീതി ഏതാണോ അതോടൊപ്പമുള്ള കാര്യങ്ങൾ ഇനി സംഭവിക്കും. കോൺഗ്രസ് കൗൺസിലർ ചെയർപേഴ്സണായിട്ട് വരാൻ സാഹചര്യം ആർക്കും വരാനോ തീർച്ചയായിട്ടും. എന്നറിയോ, ഇതിനകത്ത് സംഭവിക്കാവുന്ന നല്ല പാലായുടെ നാടിൻ്റെ അഭിമാനമുള്ള നല്ല തീരുമാനങ്ങൾ ഉണ്ടാകും. ആ തീരുമാനത്തിന് വേണ്ടി പാലാക്കാരും എല്ലാവരും കാത്തിരിക്കുക. നല്ല തീരുമാനം ഉണ്ടാകും. അതിന് ഈ പാലാ മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് ലോക്കൽ ബോഡി എന്ന് പറയുന്നത് അങ്ങനെയാണ്. ചിലപ്പം ഇതിനകത്ത് വലിയ രാഷ്ട്രീയമൊന്നുമില്ല. രാഷ്ട്രീയത്തിനപ്പുറം നല്ല തീരുമാനങ്ങളുണ്ടായി പാലായിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് ഭരണകക്ഷിയെന്നോ പ്രതിപക്ഷമെന്നോ ഒന്നും ഇല്ലാതെ നല്ല തീരുമാനങ്ങളുണ്ടാകും. അവർക്ക് തരാൻ പറ്റുന്ന സാഹചര്യമല്ലേ ഉള്ളൂ. ഇപ്പം ഇവിടെ ഈ അവിശ്വാസം പറയുമ്പോൾ നല്ല തീരുമാനമൊക്കെ കേരള കോൺഗ്രസ് ഒക്കെ UDFന്റെ ഭാഗമായിരുന്നല്ലോ. ഈ പാലായെ സംബന്ധിച്ച് ഇപ്പം UDF എന്ന് പറയുമ്പം നമുക്കറിയാം, നമ്മൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ളവരുമായിട്ട് മാത്രമേ ഞങ്ങൾ ഈ അവിശ്വാസ പ്രമേയത്തിലും ഒപ്പം നിന്നിട്ടുള്ളൂ. രാജ്യത്തെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് ഞങ്ങളെല്ലാം. അതുകൊണ്ട് തന്നെ അതിനകത്ത് വലിയ തർക്കത്തിന്റെ കാര്യമൊന്നുമില്ല. ആ മുന്നണിയാണെന്നുള്ളത് അംഗീകരിക്കുന്നു. അതോടൊപ്പം ഇവിടെ ഉണ്ടായ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ സത്യത്തിനൊപ്പം നിൽക്കാൻ പാലക്കാരെന്ന് ഒരുമിച്ച് നിൽക്കും. അതാണ് പാലക്കാർ.
പാലക്കാട് നീതിക്കും സത്യത്തിനൊപ്പം നിൽക്കും. അതിന് രാഷ്ട്രീയം ഒന്ന് നോക്കിയാൽ ആ സമയത്ത് അതാ ഇവിടെ സംഭവിച്ചത്. കേരള കോൺഗ്രസ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. കേരള കോൺഗ്രസ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണല്ലോ. പാലായിൽ പിന്തുണ നൽകാൻ സാധിക്കും. തീർച്ചയായിട്ടും ഇവിടുത്തെ പിന്തുണകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. ഇത് ലോക്കൽ ബോഡി അല്ലേ, നഗരസഭയല്ലേ, പ്രാദേശിക വിഷയമല്ലേ. അത് പ്രാദേശിക വിഷയത്തിൽ നമുക്ക് നല്ല ഒരു ഭരണം പാലായിൽ ധാരണകളൊക്കെ ഉണ്ടായിക്കൊള്ളും. ഈ ദിവസങ്ങൾ ഇനിയും സമയമുണ്ടല്ലോ, ഒരു 15 ദിവസം സമയം. ആരാണെന്നുള്ളതൊക്കെ ഈ ദിവസങ്ങളിൽ ചർച്ച ചെയ്ത് നല്ല തീരുമാനങ്ങൾ നമ്മുടെ നേതാക്കന്മാർ, ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാരൊക്കെ ഈ വിഷയത്തിൽ ഇനിയും നല്ല രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാവും. ഇല്ല, അതിന്റെ കാര്യം വരുന്നതേ ഉള്ളൂ. അങ്ങനെ ചർച്ച വരുമെന്നൊക്കെ മാധ്യമങ്ങളിൽ കണ്ടതേ ഉള്ളൂ. ഞങ്ങൾക്ക് അങ്ങനെ ചർച്ചയുടെ കാര്യങ്ങൾ വന്നിട്ടില്ല. നമ്മുടെ DCCക്ക് തീർച്ചയായിട്ടും അവരൊരു പ്രൊസീജിയർ ചെയ്യണ്ടേ. അവരെ പ്രൊസീജിയർ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ചെയ്തു. അവർക്ക് അങ്ങനെ പറയാൻ സാധിക്കുകയുള്ളൂ. ഞങ്ങൾക്ക് DCCയോടോ KPCCയോടോ എല്ലാം ഞങ്ങൾ സ്നേഹത്തിലാണ്. അത് തീർച്ചയായിട്ടും അവർ ഈ ദിവസങ്ങളിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടും. ഈ കാര്യങ്ങളിലൊക്കെ നടപടികൾ നമ്മുടെ കോൺഗ്രസ് അല്ലേ 2 ദിവസം മുമ്പല്ലേ ഞങ്ങളുടെ നടപടി ഉണ്ടായി മാറി എന്ന രാഹുലിനെയും ഒക്കെ തിരിച്ചെടുത്തത്. 6 മാസം തികഞ്ഞില്ലല്ലോ. കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് ഞങ്ങളെ പോലെയുള്ള കോൺഗ്രസിന് വേണ്ടി കുടുംബപരമായിട്ട് പാരമ്പര്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടിയിട്ട് സ്വാതന്ത്ര്യ സമരം പോലെ നിൽക്കുന്നത് ഞങ്ങളെ പാർട്ടി പിന്തുള്ളോ ഒന്നുമില്ലെന്നേ. 2 ദിവസമൊക്കെ പിണക്കമൊക്കെ ഞങ്ങൾക്ക് എത്ര ദിവസം. തീർച്ചയായിട്ടും കോൺഗ്രസിന് കഴിവുള്ളതുകൊണ്ടാണല്ലോ കേരളത്തിൽ ഇപ്പോൾ ഭരണം വന്നില്ലേ. അതിൻ്റെ ഒരു ഭാഗമല്ലേ ഞങ്ങളും. അതിന് കഴിവുണ്ട്, തീർച്ചയായിട്ടും കഴിവുണ്ട്. ഞങ്ങളുടെ നേതാക്കന്മാരും കഴിവുള്ളവരാണ്. പാർട്ടിക്കൊപ്പം, ജനങ്ങൾക്കൊപ്പം. എന്താണ് ഒരു സംശയം, സ്വതന്ത്ര മുന്നണിയുമായിട്ട് ചേർന്ന് ഒരു ഭരണത്തിനാണ് UDF നേതാക്കൾ ശ്രമിച്ചത്. അതാണ് ഈ കഴിഞ്ഞ 6 മാസം കണ്ടത്. അപ്പം ഈ UDF ഭരണമായിരുന്നു അവകാശപ്പെട്ടത്. അപ്പം ശരിയല്ലായിരുന്നു. അല്ല, ചെയർപേഴ്സണാണ്. ഈ UDF ഭരണം അച്ഛൻ മകളെ കള്ളത്തരത്തിന്റെ ക്ലാസ് അങ്ങനെയാണ് ഈ മാറ്റി പോയി പരാതി. ആ പരാതി സർക്കാർ ഫയലിനകത്ത് വാച്ചെടുത്ത് ഏത് ഫയലാണ് എന്താണ് എന്റെ വാർഡിലുള്ള ജനങ്ങളെയും ഈ പാലക്കാരെയും ആ പരാതി വഴി അവരെ സത്യം പ്രമുഖരായ കൗൺസിലർ ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. ഒരു പാർട്ടി അതിനകത്ത് കോൺഗ്രസ് പാലായിലെ പാലായ്ക്ക് എല്ലാവരും ഒരുമിച്ച് സംവിധാനം ഉണ്ടാവും. രാഹുലിനെ പോലെ ഒരാൾ ചെയർപേഴ്സണായി വരുന്നത് നല്ലതാണെന്നാണ് അല്ല കാര്യങ്ങൾ അങ്ങനെയാണല്ലോ. കാര്യങ്ങളുള്ള വ്യക്തിയാണ് തീർച്ചയായിട്ടും അങ്ങനെയുള്ള കഴിവുള്ളത്. അതായത്
കുറച്ചുകൂടെ പക്വതയുണ്ട്. ഏതാണെങ്കിലും ആ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാണ്. ക്യാമറമാൻ ശ്രീകുമാറിനോടൊപ്പം അജിത് ബാബു. ഈ പാലാ നഗരസഭയിലെ അവിശ്വാസ പ്രമേയം ഇപ്പോൾ പാസ്സായിരിക്കുകയാണ്. 26 അംഗങ്ങളുള്ള പാലാ നഗരസഭയിൽ 17 അംഗങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് ദിയാ ബിനു പുളിക്കക്കണ്ട ഇപ്പോൾ ചെയർപേഴ്സൺ സ്ഥാനത്ത് നിന്നും പുറത്തായിരിക്കുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം ബിജു മാത്യൂസ് കൗൺസിലർ ചേരുകയാണ്. ചേട്ടാ, ഇപ്പോൾ ഈ ഒരു അവിശ്വാസ പ്രമേയം ഇപ്പോൾ പാസ്സായിരിക്കുകയാണ്. ഒരു പക്ഷേ ഈ അവിശ്വാസ പ്രമേയത്തിലേക്കുള്ള കാരണങ്ങളെല്ലാം തുടക്കം നമ്മളിൽ നിന്നായിരുന്നു. നമുക്കെതിരായി ഉയർന്ന ഒരു വ്യാജ ആരോപണം, ഒരു മോഷണ ആരോപണമാണ് ഇത്തരത്തിലുള്ളൊരു പ്രതികരണത്തിലേക്ക് എത്തിയത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു ചെയർപേഴ്സൺ ആയിരുന്നു ദിയ എന്നുള്ള റെക്കോർഡോടുകൂടിയാണ് വന്നത്. അതിപ്പോൾ നമുക്കൊരു നാണക്കേടായി മാറിയിട്ടുണ്ട്. ഇല്ല, അവർ വേറെ പുതിയ റെക്കോർഡ് കൂടി ഇട്ടു. ഏറ്റവും വലിയ നുണ പറയുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർപേഴ്സൺ എന്ന ഒരു റെക്കോർഡ് കൂടി ദിയ പിന്നിട്ടു. പിന്നെ ഇതിലേക്ക് നയിച്ചു തുടങ്ങിയത് പാവപ്പെട്ട ഓട്ടോറിക്ഷക്കാരെ അവരുടെ തൊഴിൽ എടുക്കുന്നതിൽ നിന്ന് അവരെ തടഞ്ഞ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഇറങ്ങിയത്. സത്യത്തിനും നീതിക്കും എക്കാലത്തും അവസാന വിജയമുണ്ടാവും എന്നുകൂടി ആണ് എനിക്ക് പറയാനുള്ളത്. അവർ കൊടുത്ത മോഷണ കേസ് ഞാൻ തമ്പുരാന് സമർപ്പിക്കുകയാണ് ചെയ്തത്. ഞാൻ അന്നേ പറഞ്ഞല്ലോ, ഒരു നേർച്ച നേരുക ചെയ്യുന്നതെന്ന്. അതിൻ്റെയൊക്കെ ഫലമാണ് എല്ലാ തരം വിശ്വാസങ്ങളുടെയും ഫലമാണ്. ഇത് നീതിക്ക് വേണ്ടി നിന്നും ആ നീതി ഇവിടെ വിജയിച്ചു എന്നാണ് തോന്നുന്നത്. ഇതിപ്പോൾ നമ്മളെ ഒരു വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതിനൊപ്പം കോൺഗ്രസ് പാർട്ടിക്കെതിരെ കൂടിയുള്ളൊരു ആക്രമണമായി തന്നെയാണോ നമ്മൾ അതിനെ കണ്ടിരുന്നത്? വ്യക്തിപരമാണ്, കോൺഗ്രസ് പാർട്ടിക്കെതിരെയാണ്. അതോടൊപ്പം തന്നെ പാലക്കാർക്കെതിരെയാണ്. പാലക്കാർ അങ്ങനെ ഒരു മോഷ്ടാക്കളൊന്നുമല്ല. ഇതുപോലെ ഒരു പരാതി കൊടുക്കാൻ അവരെ പ്രേരിപ്പിച്ചത് ഞാൻ ഒരു അപ്പൻ മകളെ എങ്ങനെ ഒരു കള്ളിയാക്കാം. ഇപ്പം ഞാനല്ല കള്ളനായത്, ഈ കള്ളപ്പരാതി കൊടുത്തയാളാണ്. ആ രീതിയിൽ ഈ പെരുന്തച്ഛൻ എങ്ങനെയാണോ കാണിച്ചത്, പെരുന്തച്ഛൻ പണ്ട് നമുക്കറിയാം, പെരുന്തച്ഛൻ സ്വന്തം മകനെതിരെയാണ് പ്രവർത്തിച്ചത് എന്ന് പറഞ്ഞ പോലെ ബിനു പ്രവർത്തിച്ചത്. സ്വന്തം മകളെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നിന്നവരല്ലേ. ഇങ്ങനെ ഒരു പരാതി കൊടുപ്പിക്കാമോ? സ്വന്തം ഇഷ്ടത്തിന് പാലായിലെ ചെയർപേഴ്സൺ ദിയാ ബിനു കൊടുത്തു എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ സ്വന്തം ഇഷ്ടത്തിന് കൊടുത്തതാണെങ്കിൽ അവരത് പറയട്ടെ. ആ കാണാതെ പോയ വസ്തുവിനെ പറ്റിയുള്ള വ്യക്തമായ വിവരങ്ങൾ പറയാനും അവർക്ക് അർഹതയുണ്ട്. എത്രയും പെട്ടെന്ന് കള്ളപ്പരാതി പിൻവലിക്കണം. അതുപോലെ തന്നെ പാലായിലെ ജനങ്ങൾക്കുള്ള സ്വൈര ജീവിതം നടത്താവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകണം. ഇതേ പറയാനുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഈ ചെയർപേഴ്സൺ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ വികസന പ്രശ്നങ്ങളിലടക്കം നമുക്കൊരു ആരോപണമുണ്ട്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ ഇനിയൊരു പുതിയ കോൺഗ്രസിൻ്റെ ഭരണസമിതി കേരള കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി വരുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ ഇവിടെ വികസന പ്രവർത്തനമൊന്നുമല്ല, സ്ഥിരം റിയൽ ഇടുക മാത്രമേ ഉള്ളൂ, നടന്നുകൊണ്ടിരുന്നുള്ളൂ. ഇത്രേ പറയാനുള്ളൂ. ബാക്കി കാര്യങ്ങൾ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.